ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും അടുക്കളയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കുഞ്ഞു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ വെറൈറ്റി ടേസ്റ്റ് ആക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്. എൻ്റെ വീട്ടിൽ സാധാരണ ഇങ്ങനെ ഗ്രീൻ പീസ് വെച്ച് കറി തയ്യാറാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ ഒരു രീതിയിലായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഞാനൊരു സ്പെഷ്യലായിട്ട് ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങളായിട്ടൊന്നത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. 3/4 കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. 5-6 ആൾക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഒരു 3-4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടാൽ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഈ കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കണമെന്നൊന്നുമില്ല, വലിയ പീസാക്കിയിട്ട് തന്നെ ചേർക്കാം. ഇത് ലാസ്റ്റ് ഉടച്ച് ചേർക്കും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും പച്ചമുളകുമാണ് ചേർക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് മൂടി വെച്ചിട്ട് 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇനി നിങ്ങളെ കയ്യിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 മുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ കൈയളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ചെറിയ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ കോമൺ ആയിട്ട് കാണുന്ന കുഞ്ഞ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് വെളുത്തുള്ളിയാണ്. അതൊരു 3-4 അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു അളവിൽ ഗ്രീൻ പീസ് എടുക്കുമ്പോൾ ഇതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറും. അപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത കറി വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലിട്ടിരുന്ന പച്ചമുളക് എടുത്ത് വെച്ചതിന് ശേഷം ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കറി നല്ല എരിവ് കൂടിപ്പോവും. പിന്നെ ഞാൻ ഇങ്ങനെ ഈ എരിവ് കൂടുന്നൊക്കെ എടുത്ത് പറയുന്നത് ആദ്യമായിട്ട് കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ്. കോമൺ ആയിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഇതിലുള്ള ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് കറി തിക്കാണ്. അപ്പോൾ ഇത്രയ്ക്ക് തിക്കായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണം ലൂസ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം ലൂസ് ആക്കും വേണ്ട. എന്നിട്ട് എന്നാൽ നന്നായിട്ട് തിക്കായിട്ടുള്ള കറിയല്ല, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറേ സമയം വെച്ച് തിളപ്പിച്ചെടുക്കണ്ട. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയോടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം.
തീർന്നിട്ടില്ല, ഒരു കുഞ്ഞു കലാപരിപാടിയും കൂടെ ബാക്കിയുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കറി ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ള വ്യത്യസ്ത രുചിയുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് എഴുതി അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.